നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എനിക്ക് കുറേ ദിവസമായിട്ട് റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. ഞാൻ ഇതുവരെ ചെയ്തില്ല, കാരണം അതൊരു എനിക്ക് ആ എനർജി കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതൊരു വലിയ റീഡിംഗ് ആണ്. അപ്പോൾ അത് എനർജി കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഓറക്കൽ മെസ്സേജ് എന്തായാലും നോക്കും. പിന്നെ അവരുടെ ഓവറോൾ എനർജി എന്താണ്, ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, പിന്നെ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും എടുക്കുമോ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും. നിങ്ങൾക്ക് അവരോട് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ റീഡിങ്ങിന് വരുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തായാലും നോക്കണം, അല്ലേ? ഞാൻ 3 കളേഴ്സ് എടുത്തേക്കുന്നത്, ഗ്രീൻ, യെല്ലോ, റെഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടാരോ റീഡിങ്ങിൻ്റെ ഈ ഒരു പാറ്റേൺ മാറ്റണം എന്ന് ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ 3 തരം ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ ഒരു നിരത്തി വെച്ചിട്ട് എടുക്കുന്ന പരിപാടി നടക്കില്ല. അതുകൊണ്ടാണ് അത് കൺഫ്യൂഷൻ ഉണ്ടാവും കൂടുതൽ. ഇതാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്, മെജോറിറ്റി ആൾക്കാർക്കും. കളറാകുമ്പോൾ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്താൽ അതിനനുസരിച്ചുള്ള റീഡിങ് ടൈം സ്റ്റാമ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാം. മറ്റേത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആ പാറ്റേൺ മാറ്റാൻ പറ്റില്ല, സോറി കേട്ടോ. അപ്പോൾ ഗ്രീൻ, യെല്ലോ, റെഡ്, ഇതും ആണ് 3 കളേഴ്സ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കേട്ടോ. ഗ്രീൻ, യെല്ലോ, റെഡ്. അപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഗ്രീൻ സെലക്ട് ചെയ്തവർക്കുള്ള ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഗ്രീൻ സെലക്ട് ചെയ്തവർക്കുള്ള ഓവറോൾ എനർജി. ഭഗവാനെ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ത് തുടങ്ങിയാലും അതിൽ ദൈവത്തിൻ്റെ ഒരു നോട്ടം ഉണ്ടാകും. അപ്പോൾ കണ്ണിൽ കൊള്ളുന്നത് പിരികത്തിൽ കൊള്ളിച്ച് മാറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. നിൻ്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കും എന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ വിശ്വാസം എന്നെ പൊറപ്പിച്ചോളും. അപ്പോൾ എൻ്റെ വിശ്വാസം ഇങ്ങനെയാണ്. ഓക്കെ, ഭഗവാനെ നമ്മുടെ ബൈബിളിലും നമ്മളുടെ ബുക്കുകളിലും ഒക്കെ പറയുന്നതിന് കുറേ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം നല്ലോണം കിട്ടും. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, എന്താണ് ചോദിപ്പിൻ തരപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ സത്യമാണ്. അത് നമ്മൾ വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കും. എന്ത് ചോദിച്ചാലും കിട്ടും. അത് വിശ്വാസത്തോടെ ചോദിക്കുക, അത്രയേ ഉള്ളൂ. ഓറക്കിൾ മെസ്സേജ് ഗ്രീൻ സെലക്ട് ചെയ്തവർക്കുള്ള ഒരു ഓറക്കിൾ മെസ്സേജ്. യെസ്, രുദ്രാക്ഷം. ഒരു ടോക്സിസിറ്റിയിലാണ് നിങ്ങളിപ്പോൾ. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും അത് ടോക്സിക്കാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ശാരീരികവും മാനസികവും നിങ്ങളുടെ ബന്ധുക്കളുടെ എല്ലാവരുടെയും ഫാമിലിക്ക് എല്ലാവർക്കും ഇത് എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെയും സ്പിരിറ്റിനെയും മനസ്സിനെയും എല്ലാം ക്ലെൻസ് ചെയ്യണം, ഡീടോക്സിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? സ്റ്റാർ റിവേഴ്സാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ അതിനർത്ഥം ഈ പേഴ്സണ് വിശ്വാസം, ദൈവവിശ്വാസം കുറഞ്ഞു എന്നുവെച്ചാൽ നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷൻ മിക്കവരും നമ്മൾക്ക് വിശ്വാസം, എനിക്ക് പണ്ടൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പം അത്ര വിശ്വാസം ഇല്ല എന്ന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്, കുറേ പേരെ. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ. ഇപ്പോൾ ഒരു നിരാശയിലും ഒരു എന്തൊക്കെയോ ഒരു ഒന്നും ചെയ്യാനുള്ള മൂഡില്ല എന്നൊക്കെ പറഞ്ഞു, ഒട്ടും സെക്യൂറല്ല, പിന്നെ എന്തെന്നൊക്കെയോ ഡിറ്റാച്ച് ചെയ്ത് പോകുന്നു, ഒരു വഴി കാണുന്നില്ല, ഒരു സ്ഥലത്ത് സ്റ്റക്കാണ്. സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ, സ്റ്റാർ നക്ഷത്രം എന്ന് പറഞ്ഞാൽ വഴികാട്ടിയായിട്ടാണ് നമ്മൾ എടുക്കുക. അതുപോലെ നമ്മളുടെ നമ്മൾ ഈ വാൽനക്ഷത്രമൊക്കെ കാണുമ്പോൾ നമ്മൾ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു എന്തെങ്കിലും ഒരു ആഗ്രഹം, മേക്ക് എ വിഷ് എന്ന് പറയും. അപ്പോൾ അതുപോലെയാണ് ഈ പേഴ്സണ് ഒരു ഹോപ്പില്ല, ഒരു എന്തെങ്കിലും നടത്തിയെടുക്കാൻ ഒരു ഗോളില്ല, ഒരു എന്താ
പറയുക, ഒരു കാര്യവും ഞാൻ വിചാരിച്ചാൽ നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഡെസ്പെയർ ആണ്, എന്ന് വെച്ചാൽ ഡെസ്പറേറ്റ് ആണ്, ഒരു കാര്യവും നടക്കുന്നില്ല, എന്തോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. വിശ്വാസമെല്ലാം പോയി, സ്വയമുള്ള വിശ്വാസവും മറ്റു ആരെയാണോ വിശ്വസിച്ചിരുന്നത് അതും പോയി. അപ്പോൾ ഇത് 6 of Swords ആണ് ക്ലാരിഫൈ. 6 of Swordsഉം 3ഉമാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. 3 എന്ന് പറഞ്ഞാൽ ഇല്യൂഷനാണ്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് ആയിട്ട് ഒരു കാര്യത്തിൻ്റെ പുറകെ പോവുക. അപ്പോൾ അവിടെ നിന്ന് റെസ്പോൺസ് നമ്മൾ വിചാരിച്ചെടുക്കുന്നതാണ്. കുറേ കാര്യം റിലേഷൻഷിപ്പിൽ എന്താണെന്ന് വെച്ചാൽ കുറേ റെഡ് സിഗ്നൽസ് തരും നമുക്ക് പലരും. അത് ദൈവത്തിൻ്റെ ഒരു കളിയാണ്. അപ്പം നമ്മൾ ഇൻറ്റ്യൂട്ടീവ് അല്ലെങ്കിൽ നമ്മൾ കണ്ടാലും നമ്മൾ പുള്ളിക്ക് ഇപ്പോൾ ചിലരൊക്കെ അയക്കും നമ്മുടെ അടുത്തേക്ക്, ആ പേഴ്സൻ്റെ ക്യാരക്ടർ അത്ര നല്ലതല്ല, ഇങ്ങനെയാണ് സിറ്റുവേഷൻ, നീ മിക്കവാറും അതിൽ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവരൊക്കെ വെറുതെ പറഞ്ഞാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കും അറിയാം, എല്ലാവർക്കും ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, എല്ലാവർക്കും അറിയാം നമ്മൾ അപായത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അപായമണി മുഴങ്ങും, പക്ഷെ നമ്മൾ ആ മിക്കവാറും അത് ഇഗ്നോർ ചെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഈ പേഴ്സൺ അറിഞ്ഞുകൊണ്ട് എന്തിലേക്കോ ചെന്ന് ചാടുകയാണ് ചെയ്തത്. പേഴ്സൺ അറിയായിരുന്നു ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന്, എന്നാലും ഒരു ബ്ലൈൻഡ് ഇതിൻ്റെ പുറകെ പോയിട്ട് അങ്ങനെ അന്ധമായിട്ട് പോയിട്ട് അവിടെ പ്രശ്നമുണ്ടായ ഒരാളാണ്. അപ്പോൾ എല്ലാ വിശ്വാസവും പോയി. അപ്പോൾ ദൈവത്തിന് കുറ്റം പറയുകയോ ഫ്രണ്ട്സിനെ കുറ്റം പറയുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മളെ തെറ്റാക്സെപ്റ്റ്, ഞാനാണ് ഇതിനകത്ത് പോയി ചാടിയത്, എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെ വരുള്ളൂ, എന്നാലും ഞാൻ പോയി ചാടിയതാണ് എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവായി. പക്ഷേ അങ്ങനത്തെ ഒരാളല്ല. എല്ലാ തെറ്റുകളും മറ്റുള്ളവരുടെ മുതുകത്ത് ചാടിയിട്ട് മുങ്ങുന്ന ഒരാളാണ്. അപ്പോൾ 6 of Swords എന്ന് പറഞ്ഞാൽ മൂവിങ് ഓൺ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്, പേഴ്സണ് കാര്യങ്ങൾ മനസ്സിലായി, എന്നാൽ ഈ സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? Queen of Wands റിവേഴ്സ് ആണ്, 6 of Pentacles റിവേഴ്സ് ആണ്, 7 of Pentacles റിവേഴ്സ് ആണ്, എല്ലാം റിവേഴ്സ് ആണ്. ഒരു കോൺഫിഡൻസ് ഇല്ല, എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ടു. പിന്നെ ഈ പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്തിരുന്നവരെല്ലാം ഈ പേഴ്സണെ കൈയൊഴിഞ്ഞു. ചിലപ്പോൾ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി, റിലേഷൻഷിപ്പിലുള്ള ആളെ പറ്റിക്കാൻ വേണ്ടി വേറെ ആരോടോ റിലേഷൻഷിപ്പ് വെച്ചായിരുന്നു. അവരെല്ലാവരും അവസാനം വന്നപ്പോൾ ആരും ഇല്ലാണ്ടായി. ഇപ്പോൾ ആരുമില്ല പേഴ്സണെ ഹെൽപ്പ് ചെയ്യാനോ, പേഴ്സൺ ഒരു കോൺഫിഡൻസും ഇല്ല, സെൽഫ് റെസ്പെക്റ്റ് ഇല്ല, പിന്നെ കുറേ കടം കയറി ഇതായിട്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് ഫ്യൂച്ചർ എന്ന് ഒരു പിടുത്തവും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് പേഴ്സൺ പെട്ട് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല, ഇതിൽ നിന്ന് കരകയറണമെന്നുണ്ട്, പക്ഷെ ആര് സഹായിക്കും? അതാണ് ഇവിടെ ഭയങ്കര ഇൻസെക്യൂർ ആണ് പേഴ്സൺ. എന്നാലും നമ്മളുടെ ഒരു ചിന്താഗതി മാറണ്ടേ എന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് കയറുന്ന പ്രശ്നങ്ങളും നമ്മളുടെ മേത്തേക്ക് ആൾക്കാർ തള്ളിയിടുന്ന രണ്ട് തരത്തിലാണ് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരിക. ഓരോന്നും നമ്മൾ ചെന്ന് കയറിയതാണ്. അപ്പോൾ എന്നിട്ടും ഈ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സൺ പറഞ്ഞു, ഞാൻ ഇത്രയും സ്നേഹിച്ചു, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പേഴ്സണ് നമ്മളൊരാളെ സ്നേഹിക്കുക, നമ്മളൊരാൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നമ്മൾ അവരോട് ചോദിക്കണം, നമ്മൾ മനസ്സിലാക്കണം അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അവർക്കത് ആവശ്യമുണ്ടോ. മനസ്സിലായി? നമ്മൾ വെറുതെ ഈ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന കുഞ്ഞിൻ്റെ വായിലേക്ക് തള്ളി കയറ്റിയിട്ട് കാര്യങ്ങൾ കുഞ്ഞ് ഛർദ്ദിക്കും അല്ലേ? നമ്മൾ പക്ഷെ കൊച്ചു കഴിക്കെന്ന് പറഞ്ഞാൽ കൊച്ചിന് കൊടുക്കുന്നത്, പക്ഷെ കൊച്ചു ഛർദ്ദിക്കും, അതുകൊണ്ട് കൊച്ചു കഴിക്കില്ല. അപ്പോൾ ഇത് വേണോ, അത് ആവശ്യമുണ്ടോ, ഇതൊക്കെ ആലോചിക്കാതെ ഏതോ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരാളാണ്, കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ് ആയിരുന്നു, എല്ലാവരും ഇട്ടിട്ട് പോയി കേട്ടോ. ഭയങ്കര ഇൻസെക്യൂർ ആണ് പേഴ്സൺ, ഭയങ്കര ഇമ്മച്യൂർ ആണ്. ഇപ്പോഴും പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്തുകൊണ്ടാണ് ഈ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ വന്നതെന്ന് അറിയില്ല. അപ്പോൾ 2 of Wandsഉം 2 of Pentaclesഉം കാണിക്കുന്നുണ്ട്. ഈ 7 of Pentacles റിവേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും പഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ചതിക്കുകയാണ് എല്ലാവരും ചെയ്തത് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോരണം എന്നൊരു പ്ലാനിങ് ഇല്ല, ഈ സിറ്റുവേഷനിൽ നിന്ന് പോരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓവറോൾ എനർജി, ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത്. പക്ഷേ അതിനൊരു പ്ലാൻ ഇല്ല. എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാതെ നമ്മളെ സ്നേഹിക്കാത്തവരുടെ പുറകെ നടന്നിട്ട് അവർ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതുപോലെ ആയോ? തേന്മാവിൻ കുമത്ത് പോലെ പപ്പു സാറ് പറയുന്ന പോലെ ആയോ? നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാ ഡയലോഗ് പോലെ, സോറി ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയാതെ നമ്മളെ സ്നേഹിക്കാത്തവരുടെ പുറകെ അവരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് നമ്മളോട് സ്നേഹമില്ല, അവരുടെ പുറകെ നടന്ന് അവസാനം അവർ പോവും, കാരണം അവർക്ക് നമ്മളോട് സ്നേഹമില്ലല്ലോ, നമ്മളുടെ സ്നേഹം ആവശ്യമില്ല.
അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാൻ ആരെ വേണം ആരെ വേണ്ട എന്ന് വെക്കാനുള്ള ആ കപ്പാസിറ്റി ഈ പേഴ്സൺ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഇവിടെ ടവർ മൊമെൻറ്റ്, ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ചു. എന്തായാലും അത്യാഹിതം സംഭവിച്ചത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ശാപം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ക് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ, എൻ്റെ ഫ്യൂച്ചർ മൊത്തം കളഞ്ഞത് നിങ്ങളാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വരുന്നത്. ഈ പേഴ്സൺ ഈ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ, പേഴ്സൻ്റെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്താൽ ഈ പേഴ്സൺ കൂളായിട്ട് ഇതിൽ നിന്ന് പോരാ, മനസ്സിലായി. പക്ഷെ ഈ പേഴ്സൺ നിങ്ങളോട്, ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് ഈ പേഴ്സൺ സ്നേഹം തന്നു, പക്ഷേ നിങ്ങൾ ഈ പേഴ്സൻ്റെ സ്നേഹത്തിന് വില നൽകിയെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ പേഴ്സണ് സ്നേഹിക്കാൻ അറിയില്ലായിരിക്കാം. ഈ പേഴ്സൺ സ്നേഹം തന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കും കൂടെ തോന്നണ്ടേ സ്നേഹമാണെന്നല്ലേ. ഇവിടെ അടിയുണ്ടായി, അടി ബഹളമുണ്ടായി, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ. അപ്പോൾ അതിനകത്ത് കോമ്പറ്റീഷൻ ഉണ്ടായ കാര്യമൊക്കെ ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ട്രാജഡിയായി. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയെന്നാണ്. കാരണം പലരും ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നിന്ന്, പലർക്കും നിങ്ങളെ ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമാണോ എന്ന് ഈ പേഴ്സണ് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയത്. നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറുന്നില്ല. ഇതൊരു മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരാളാണ്. സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അതിന് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലോ എന്ന് അറിയില്ല, മനസ്സിലായി. ഇത് നിങ്ങൾ ഗിൽറ്റി കോൺഷ്യസ് കൊണ്ടാണോ ഈ റീഡിങ് കാണുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ നിങ്ങൾ മൈൻഡ് ഗെയിംസ് കളിച്ചിരുന്നു എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ക്യാൻസർ സോഡിയാക്ക് സൈനാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഈ പേഴ്സണായിട്ട് മൈൻഡ് ഗെയിംസ് കളിച്ചു. ഈ പേഴ്സൺ നിങ്ങൾക്ക് സ്നേഹം ഓഫർ ചെയ്തപ്പോൾ നിങ്ങൾ റിജക്റ്റ് ചെയ്തോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. അതൊരു ടവർ മൊമെൻ്റ് ആയിട്ട് മാറിയിട്ട് ഈ പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോയെന്നാണ് പറയുന്നത്. എന്തായാലും ജഡ്ജ്മെൻറ്റ്, ഇതൊരു പ്രാക്ക് പോലെ, ഒരു ശാപം പോലെ ആണ് ഈ സ്നേഹം എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു എന്താ പറയുക, ഇതൊരു എന്താ പറയുക, പുറകിലേക്ക് ഒരു പ്രൊട്ടക്റ്റിങ്, ഈ പേഴ്സണെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ സ്നേഹം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാതിരുന്നത്. ഇതൊരു എന്താ പറയുക, ഇതൊരു ചതിയായിട്ട് മാറും, അല്ലെങ്കിൽ ഇതൊരു തലവേദനയായിട്ട് മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പേഴ്സണെ, കാരണം നിങ്ങൾ റിജക്റ്റ് ചെയ്തു, അതൊരു വിധിയാണ്. പിന്നെ നിങ്ങൾ മൈൻഡ് ഗെയിംസ് കളിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഗെയിംസ് ഒന്നും ഈ പേഴ്സണ് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു വിധിയാണ്, നിങ്ങൾക്ക് വേണ്ടാന്നതാണ്, ഇതെൻ്റെ ഡെസ്റ്റിനി ആണെന്ന് ആക്സെപ്റ്റ് ചെയ്ത് ഈ പേഴ്സൺ പുറകോട്ട് പോയി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. മനസ്സിലായി. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഗിൽറ്റി കോൺഷ്യസ് ആയതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതുകൊണ്ടായിരിക്കും ഗിൽറ്റി കോൺഷ്യസ് ആയത്. നിങ്ങൾക്കും ഇഷ്ടമായിരുന്നു, പക്ഷെ നിങ്ങൾ വെറുതെ കുറേ പേരുണ്ട്, അപ്പോൾ ഒന്ന് കളിച്ച് കളയാം, ഒന്ന് ഈ പേഴ്സൺ ഒന്ന് കളിയാക്കി കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം, എന്തോ അറിയില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഓക്കെ, ഇവിടെ പേജ് ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റും ഹൈ പ്രീസ്റ്റസ് റിവേഴ്സാണ് കാണിക്കുന്നത്. സ്പൈയിങ് എനർജിയാണിത്. ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴും കേട്ടോ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഒക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നൊസ്റ്റാൾജി ഉണ്ട് ഈ പേഴ്സണ്. വീൽ ഓഫ് ഫോർച്യൂൺ, ഈ സിറ്റുവേഷൻ മാറണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ കേട്ടോ. വളരെ സ്ട്രെസ്ഡ് ആണ്. എങ്ങനെയെങ്കിലും ഇതൊരു ചിലപ്പോൾ ഒരു ശാപമായിട്ട് ഈ പേഴ്സണെ പിന്തുടരുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷൻ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വളരെ ഇൻസെക്യൂർ ആണ് ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു മീൻസ് ആക്ഷൻ എടുക്കുന്നില്ല. ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ക്ഷമ പറയുക. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ഈ പേഴ്സൺ അറിയില്ല. നിങ്ങൾ ഈ ടാരോ റീഡിങ് കാണുന്ന കാര്യം പേഴ്സൺ അറിയില്ല. ഈ ടാരോ റീഡിങ് നമ്മളിവിടെ ഇടുന്ന കാര്യം പേഴ്സൺ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ എന്നാലും നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ലൈഫിലെ നെഗറ്റിവിറ്റിയും പ്രശ്നങ്ങളിലെ ഉത്തരവാദി എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഉറച്ച് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കാണ് പണി കിട്ടുന്നത്, ഈ പേഴ്സൺ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, വെർഗോ, പൈസീസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്,
Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Scorpio, Taurus, Leo, Aquarius, Scorpio, Virgo, Pisces, Taurus, Virgo, Capricorn, Cancer, Aquarius, Libra, Gemini. Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Star, Aquarius. Okay, ഇത്രയുമാണ് സോഡിയാക് സയൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഡീടോക്സിഫൈ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഡീടോക്സിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. കർമ്മ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ മഞ്ഞ കളർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്? ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ, അപ്പോൾ മഞ്ഞ സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് പറയാം. രണ്ട് കാർഡ് വരികയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഓക്കെ ഫൈൻ. അപ്പോൾ മെഡിറ്റേഷൻ, ഡിസ്കവർ യോർ ട്രൂ സെൽഫ്. നമ്മൾക്ക് എപ്പോഴും നമ്മളെക്കുറിച്ച് അറിവുണ്ടാവാറില്ല. 90% ആൾക്കാർക്കും നമ്മൾ ആരാണ്, നമ്മളുടെ വില എന്താണ്, നമ്മളുടെ വേർത്ത് എന്താണെന്ന് അറിയില്ല. നമ്മൾ മറ്റുള്ളവരെ വെച്ചിട്ടാണ്, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അനുസരിച്ചാണ് നമ്മൾ നമ്മളുടെ വേർത്ത് തീരുമാനിക്കുന്നത്. മനസ്സിലാവണം. അപ്പോൾ ഇത് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു അപബോധ മനസ്സിൽ നമ്മളുടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള ആളുകളാണ്. അതല്ല വേണ്ടത്. നമ്മളുടെ വേർത്ത് അറിയണം. ചിലർക്കറിയാം, മിക്കവർക്കും അറിയില്ല. അപ്പോൾ ശിവഭഗവാൻ പറയുന്നത് നിങ്ങളുടെ വില അറിയണം. മറ്റുള്ളവർ നിങ്ങളെ ഇട്ട് തട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വില വയ്ക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം നിങ്ങളെ അറിയുക, നിങ്ങളുടെ വില അറിയുക, നിങ്ങളുടെ കേപ്പബിലിറ്റീസ് അറിയുക. മനസ്സിലാവുണ്ടോ? അതാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് മെഡിറ്റേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ സ്വയം അറിയാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും നമ്മളെ കുറച്ച് കാണിക്കാനാണ്. എന്ന് വെച്ചാൽ അത് ഹ്യൂമിലിറ്റിയാണ്. അതാണ് എളിമ എന്ന് പറയും. എളിമ അതല്ല. എളിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പുച്ഛിക്കാതിരിക്കുക. മറ്റുള്ളവർ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അതിനെ പുച്ഛത്തോടെ നോക്കുക, എന്ന് പറയരുത്. മനസ്സിലായി? നമുക്കറിയാം ആ പേഴ്സൻ്റെ ചിന്തയാണത്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, പുച്ഛിക്കുകയല്ല വേണ്ടത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതാണ് എളിമ. അല്ലാതെ ഒരാൾ നമ്മളെ ചവിട്ടിത്താഴ്ത്തുകയാണ്, അപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, അതല്ല എളിമ. അത് നമ്മളെ തെറ്റിദ്ധാരണയാണ് കേട്ടോ. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മളെന്താണ്, നമ്മൾ ആരാണ്, നമുക്ക് എന്തൊക്കെ കഴിവുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് എല്ലാവർക്കും പോസിറ്റീവ് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർ 50 പോസിറ്റീവ് ഉണ്ടെങ്കിൽ അവർക്ക് 40 പോസിറ്റീവ് ഉണ്ടെങ്കിലും 60 നെഗറ്റിവിറ്റി ഉണ്ടാവും. പക്ഷേ അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അവർക്ക് എന്താ പറയുക, സ്തുതിപാഠകരുണ്ടാവും. അപ്പോൾ അവർ നമ്മളോട് പറയുന്നത് ഇവർ ഭയങ്കര നല്ലതാണെന്ന്. അതിൽ കൂടുതൽ പോസിറ്റീവ് നമ്മളുടെ കയ്യിലുണ്ടാവും. പക്ഷേ നമ്മൾക്ക് ആരെയും സ്തുതിപാഠകരില്ലാത്തതുകൊണ്ട് നമ്മളത് അറിയുന്നില്ല. അപ്പം നമ്മളുടെ സ്തുതിപാഠകർ നമ്മൾ തന്നെ ആവണം. ആൾക്കാരെ ബോറടിപ്പിക്കണം എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മളെ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി? എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി? എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി? അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് ആണ് പറഞ്ഞത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ കടങ്ങളുള്ള, പണം എങ്ങനെ ചിലവാക്കണമെന്ന് അറിയാത്ത, പണം എങ്ങനെ ഉണ്ടാക്കണം, വർക്ക് ചെയ്യാൻ മടിയുള്ള ഒരു വളരെ ശാഠ്യക്കാരനായ അല്ലെങ്കിൽ ശാഠ്യക്കാരിയായ ഒരു എനർജിയാണത്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഫെയർനെസ്, മറ്റുള്ളവരോട് ന്യായമായിട്ട് പെരുമാറുക, റെസ്പെക്റ്റോടെ പെരുമാറുക. ഇത് അപ്പോൾ
ഒരു ക്ലാരിറ്റി, എല്ലാവരിലും ഈക്വാളിറ്റി കണ്ടെത്തണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ നോക്കാം, നമുക്ക് ക്ലാരിഫൈ ചെയ്യും. പിന്നെ ഏസ് ഓഫ് വോൺസ് റിവേഴ്സാണ്. കുറേ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊരു ചിന്ത, ഒരു മോട്ടിവേഷനല്ല ഈ പേഴ്സണൽ ലൈഫിൽ. അതുകൊണ്ടാണ് പൈസ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ലാവിഷാണ്. മറ്റുള്ളവരുടെ പൈസയിലാണോ അതോ എനിക്ക് ഇന്ന സാധനങ്ങളൊക്കെ മേടിക്കണം, എൻ്റെ അടുത്ത് പക്ഷേ പൈസ ഇല്ല, അതിന് കടം മേടിക്കുന്ന ഒരാളാവണം, മനസ്സിലായോ? അല്ലെങ്കിൽ കൂടെയുള്ളവരെ പിഴിഞ്ഞു ജീവിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ജഡ്ജ്മെൻറ്റും ഹെർമിറ്റുമാണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് വളരെ ഭയങ്കരമായിട്ട് കള്ളം പറയുന്ന, എനിക്കെല്ലാം അറിയാം, അതുപോലെ എന്നെ തന്നെ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് വെക്കുന്ന ഒരാൾ, മറ്റുള്ളവർക്ക് ഇയാളുടെ അത്രയും വിവരമില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ. അപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ എല്ലാവരിലും നല്ലതാണ്, അത് ഇൻസെക്യൂരിറ്റി ഉള്ളവരാണ് ആ പറഞ്ഞു നടക്കുക, ഞാൻ എല്ലാവരിലും ബെസ്റ്റാണ് എന്ന്, അല്ലെങ്കിൽ ശുദ്ധഗതി കൊണ്ടാണ്. കാരണം മറ്റുള്ളവരെക്കാളും ഞാൻ ബെസ്റ്റാണെന്ന് വിചാരിക്കുന്ന ഒരാൾ, മനസ്സിലായോ? അപ്പോൾ അതൊരു എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ പൊട്ടത്തരം മറ്റുള്ളവർക്ക് മനസ്സിലാകും. ചില സമയത്ത് ബാക്ക് ഫയർ ചെയ്യാറുണ്ട്, മറ്റുള്ളവരെ കുറച്ച് കാണാറുണ്ട്, ചില സമയത്ത് അതൊക്കെ പണിയാവാറുണ്ട് കേട്ടോ. അത് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ഒരാൾ, നമ്മൾ എന്ത് ചെയ്താലും നോക്കിയിട്ട് അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതിനർത്ഥം അവർ അത്രയും കേപ്പബിലിറ്റി ഉള്ള ആളായിരിക്കണമല്ലോ. എന്നെ ഇപ്പോൾ ഒരാൾ ടീച്ചേഴ്സ് നമ്മൾക്ക് മാർക്ക് ഇടുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് നമ്മളെക്കാൾ അറിവുള്ളതുകൊണ്ടാണ്, അല്ലേ? വഴിയെ പോകുന്ന ഒരാൾ നമ്മൾക്ക് മാർക്ക് ഇടുമ്പോഴോ അയാൾക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല, നമ്മൾക്ക് എന്തൊക്കെ അറിയാമെന്ന് ആ പേഴ്സൺ അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റിസിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഫാദർ ഓഫ് പെൻറ്റിക്കിൾസ് അപ്രൈറ്റ്. ഇത് റിവേഴ്സ് വന്ന സാധനം അങ്ങനെ തന്നെ തിരിഞ്ഞ് അവിടെ വരുന്നത്. അപ്പോൾ എല്ലാം ഉണ്ട്. ഞാൻ ഇപ്പോൾ പുറമെ കാണിക്കുന്നത് ഭയങ്കര കള്ളത്തരമുള്ള ഒരാളാണ്, പുറമെ കാണിക്കുന്നത് ഞാൻ ഭയങ്കര പൈസക്കാരനാണ്, ഭയങ്കര കേപ്പബിൾ ആണെന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഉള്ളു മുഴുവൻ സ്ട്രെസ്സാണ്, ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന ഒരാൾ കേട്ടോ. എന്നുവെച്ചാൽ ആ പേഴ്സണും വിശ്വസിക്കുന്നത്, ചില സമയത്ത് നമ്മൾ മറ്റേ പറയുന്നത് ഭയങ്കരമായിട്ട് റിയൽ ആയിട്ട് നമുക്ക് തോന്നും. കാരണം എന്താണ്? അവരത് വിശ്വസിക്കുന്നുണ്ട്. അത് തെറ്റോ നടക്കാത്ത കാര്യമോ അത് പൊള്ളയായ ഒരു കാര്യമാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് കാര്യം മറ്റുള്ളവർ പറഞ്ഞാലും അവർ വിശ്വസിക്കും. കാരണം നമ്മളുടെ കോൺഫിഡൻസും പാഷനും കാണുമ്പോഴാണ് അവർക്ക് അതിൽ വിശ്വാസം വരുന്നത്, മനസ്സിലാവുണ്ടോ? അല്ലാതെ നമുക്ക് തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അവർക്കും വിശ്വാസം വരില്ല. അപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കാൻ കഴിവുള്ള ഒരു ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. ഏസ് ഓഫ് വോൺസ് റിവേഴ്സാണ്. ഡിലേ ഉണ്ട്, ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത ഒരാളാണ്. മുമ്പോട്ട് പോകണം, പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് ആവശ്യമുള്ള ഒരാളാണ്. ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ആളാണ്. എന്നാലും മറ്റുള്ളവർ സഹായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവരാണ് ഉത്തരവാദി, മനസ്സിലായോ എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരെ സൂക്ഷിക്കുക. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പണിയാണ്. ഓക്കെ, എന്താണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഇത്രയും എടുക്കാൻ പറ്റില്ല. ഓക്കെ, പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഞാൻ വേറൊരു ടൈപ്പ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ പറയാം അങ്ങനെ ചെയ്യേണ്ട മാഡം എന്ന് പറയും. എന്നാലും 3 കാർഡ്സ് കിട്ടി, എല്ലാം റിവേഴ്സാണ്. ഓക്കെ, ഇല്ല, 2 റിവേഴ്സും 1 ഇതും. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ ആരുടെയെങ്കിലും കൂടെ ജോലി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ ആണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് ആവാം, ഫാമിലിയിലാവാം, ബിസിനസ്, ജോലി, എന്തുമാവട്ടെ, അവിടെ ഈ പേഴ്സൺ ഹാർമോണിയസ് അല്ല മറ്റുള്ളവരായിട്ട്. എപ്പോഴും മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തി കാണിക്കാൻ ഉള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ഈ പേഴ്സൺ, മനസ്സിലായി? ഈ പേഴ്സൺ ഒറ്റയ്ക്കേ ചെയ്യാം, ഒരു ടീം വർക്ക് ചെയ്യാൻ പറ്റിയ ആളല്ല. 4 പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പേഴ്സണാണ്, ഞാനാണ് ബെസ്റ്റ്, ഞാനാണ് ഭയങ്കര ഇതെന്നൊക്കെ വിചാരിക്കുമ്പോൾ മറ്റുള്ളവർ ഇയാളുടെ കൂടെ, സ്ത്രീയോ പുരുഷനോ കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്യില്ല ഈ പേഴ്സൺ, എന്നാലും അവരെ ഡിപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. അവരെ തെറ്റ് ചെയ്താൽ അത് 4 പേരോട് പറയാനും മടിയില്ലാത്ത ഒരാളാണ്. പിന്നെ ഈ പേഴ്സൺ മറ്റുള്ളവരിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം സ്വന്തം ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മറ്റുള്ളവരെ കൺട്രോളിൽ വെക്കാനും സ്വന്തം ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻറ്റുമായ ഒരു ക്യാരക്ടറാണിത്. അപ്പോൾ ഇതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ.
എല്ലാവരിൽ നിന്നും അകന്നു പോവുകയാണ് കേട്ടോ. ഡെത്ത് കാർഡ് ഇവിടെ കാണിക്കുന്നത് ഇതിനൊരു അവസാനം അടുത്ത് തന്നെ വരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ, ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു അവസാനം വരാൻ പോകുന്നുണ്ട്. മിക്കവാറും ജോലി പോവും, അല്ലെങ്കിൽ കൂടെയുള്ള ആൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോകും. 3 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് കണ്ടത് നമ്മൾ പോസിറ്റീവാണ്. ഇപ്പം അപ്രൈറ്റ് ആണ് കാണിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ. ഈ പേഴ്സൻ്റെ ഈ കറണ്ട് സിറ്റുവേഷൻ മാറണമെങ്കിൽ ഈ പേഴ്സൻ്റെ സ്വഭാവം മാറണം. എന്നാലേ ഈ പേഴ്സൺ എല്ലാവരോടും കോഓപ്പറേറ്റ് ചെയ്ത് ജീവിച്ചാലും മാത്രമേ ഈ പേഴ്സണ് നല്ലൊരു ഭാവി ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് പേഴ്സൻ്റെ നമ്മൾ വിചാരിക്കില്ല എന്ന് വെച്ചാൽ എല്ലാവരും പറയും നമ്മളെ സ്വഭാവം മാറ്റാൻ പറ്റുമെന്ന് പറയും. എനിക്കതിൽ ഭയങ്കര വിശ്വാസക്കുറവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലെല്ലാം ഓരോ കോഡുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്ന ഓരോ തരത്തിലാണ്. അപ്പോൾ ആ കോഡ് മാറ്റണമെങ്കിൽ ദൈവം വിചാരിക്കണം, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാവണ്ട? അപ്പോൾ നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്യണം. ദേഷ്യം കൺട്രോൾ ചെയ്യണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. നമ്മൾ കൺട്രോൾ മെഡിറ്റേറ്റ് ചെയ്തു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയും. പക്ഷേ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ ഈ പഴയ ദേഷ്യം ടപ്പെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരും. അപ്പോൾ ആർക്കും നമ്മളുടെ കോഡ് മാറ്റാൻ പറ്റില്ല, ദൈവത്തിന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ആ കോഡിൽ ഉള്ളതാണ് നമ്മളുടെ സ്വഭാവം, ക്യാരക്ടർ. അത് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തു, അങ്ങനെ എൻ്റെ സ്വഭാവം മാറി എന്ന് പറയുന്ന ആളെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടിനടി കിട്ടും. അതാണ് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കും, അവരുടെ ശരിക്കുള്ള സ്വഭാവം പുറത്ത് വരും. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ പേഴ്സൺ ട്രൈ ചെയ്താലും ഇപ്പോൾ പേഴ്സൻ്റെ സ്വഭാവം മാറില്ല. അപ്പോൾ ഈ പേഴ്സൻ്റെ സ്വഭാവത്തോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഈ പേഴ്സൺ കണ്ടുപിടിക്കണം. അതേ ഉള്ളൊരു വഴി. അല്ലാതെ ഈ പേഴ്സൺ വിചാരിച്ചാൽ സ്വഭാവം മാറില്ല. അപ്പോൾ ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നില്ല, ആരെയും കണ്ടുപിടിക്കാനും ഈ പേഴ്സൺ ട്രൈ. കാരണം ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഈ പേഴ്സൺ ബെസ്റ്റാണ്, മറ്റുള്ളവർ എൻ്റെ അടുത്ത് വരുന്നില്ലെങ്കിൽ ഇത് അവരുടെ നഷ്ടമാണ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരെയും അകറ്റി നിർത്തുന്ന, എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ പേഴ്സണ് ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഏസ് ഓഫ് ഡെത്ത് കാർഡ്? ഏസ് ഓഫ് കപ്പ്, സ്നേഹം. ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ പേഴ്സൺ ഒരാളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ പേഴ്സണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ആരോ ഒരാളുണ്ട്. ആ പേഴ്സണെ കുറിച്ച് ഈ പേഴ്സൺ, നിങ്ങൾ ആലോചിക്കുന്ന പേഴ്സൺ ഭയങ്കര നൊസ്റ്റാൾജിയായിട്ട് ആലോചിക്കുന്നുണ്ട്. കാരണം ഒരേ ഒരാളോ അല്ലെങ്കിൽ 2-3 പേര് മാത്രം വളരെ റെയറായിട്ട് ഈ പേഴ്സണോട് അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ പേഴ്സൻ്റെ സ്വഭാവം കൊണ്ട് അവരും അകന്നു പോയി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട് ആരെയോ കുറിച്ച്. പക്ഷേ ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ല. അവരെ കൂടാനോ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്താനോ ട്രൈ ചെയ്യുന്ന പോലുമില്ല. മനസ്സിലായി? ട്രൈ ചെയ്താലും നടക്കില്ല, അത് വേറെ കാര്യം. എന്നാലും ഒരു പരിധി വരെ നമുക്ക് അത് കൺട്രോളിൽ വെക്കാൻ പറ്റും. മനസ്സിലായി? അതിലൊന്നും ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നില്ല. എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? അപ്പോൾ ഇവിടെ ഒരാൾക്ക് സ്നേഹമുണ്ടായിരുന്നു ഈ പേഴ്സണോട്, പക്ഷേ ഈ പേഴ്സൻ്റെ സ്വഭാവം കൊണ്ട് അവർ പോയി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നോക്കട്ടെ. ജഡ്ജ്മെന്റ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് കേട്ടോ. ഈ പേഴ്സൺ ഒരു റീകൺസിലിയേഷൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിച്ചിരുന്നു എന്ന് ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ഒന്നും ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം ജഡ്ജ്മെന്റ് കാർഡ് റിവേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താ പറയുക, നിങ്ങളോട് ചെയ്തതിന് ഉള്ളിൽ ചെറിയൊരു കൊളുത്തി വലിക്കുന്നുണ്ട്. അയ്യോ അത് വേണ്ടായിരുന്നു, എന്നെ സ്നേഹിച്ചിരുന്ന ആരോ ഒരാൾ, നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നോക്കുന്നത്. അപ്പം നിങ്ങളോട് ഈ പേഴ്സൺ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ശരിക്കും അറിയായിരിക്കും പുറമേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരാണ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമായിരുന്നെന്ന് പറയുമ്പോഴും നിങ്ങൾ ഈ പേഴ്സണോട് അടുക്കാൻ നോക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്താൻ നോക്കിയത്. കാരണം ഈ പേഴ്സണ് നിങ്ങൾ പോരാ എന്നൊരു ചിന്ത ഉണ്ടാവണം. അതില്ലെങ്കിൽ അത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ഇതിലാണ് പറയുന്നത്, നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഉള്ളിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. അപ്പോൾ വിചാരിക്കുന്നത് അയ്യോ അടുത്ത് വരുമ്പോൾ ഇവർക്ക് എൻ്റെ സ്വഭാവം മനസ്സിലാവും, അപ്പോൾ ഇവരെന്നിട്ടിട്ട് പോവില്ലേ, അങ്ങനത്തെ ഒരു ഫീലിങ്ങും ഉണ്ടായിരുന്നു ഈ പേഴ്സൺ. കാരണം സെൽഫ് ഡൗട്ടാണ്, ഇവർ കൂടെ നിൽക്കുമോ, ആരും കൂടെ നിൽക്കില്ല എൻ്റെ സ്വഭാവം. അപ്പോൾ പേഴ്സണ് തന്നെ ഒരു ബോധമുണ്ട് ഉള്ളിൽ, പക്ഷേ അതല്ല പ്രൊജക്റ്റ് ചെയ്യുന്നത് മാത്രം. ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. ദേഷ്യമാണ് നിങ്ങളോട് കേട്ടോ, നിങ്ങൾ പോയതിനുള്ള ദേഷ്യമാണ്. നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. പിന്നെ ഉള്ളത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് ആണ്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് ആണ് ഫിനാൻഷ്യൽ
ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഈ പേഴ്സൺ. പിന്നെ എന്താ പറയുക, നിങ്ങളോട് ഭയങ്കര അസൂയായിരുന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങളോട് അസൂയ ഉണ്ടായിരുന്നു ഈ പേഴ്സണ്. പക്ഷെ പുറമെ നിങ്ങൾ പോരാ എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ ഭയങ്കര കേപ്പബിൾ ആയിരുന്നു. ഈ പേഴ്സണ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ വളരെ ക്ഷമയുള്ള ആളാണ്. അപ്പോൾ ഈ പേഴ്സണ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പേഴ്സണ് നിങ്ങളെ ചവിട്ടി പുറത്താക്കാൻ നോക്കിയിട്ടും ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾ നിന്നു. അവസാനം ഒരു പരിധി ഇല്ലാതെ ആയപ്പോഴായിരിക്കും നിങ്ങൾ പോയത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് എനിക്കാരും വേണ്ട എന്നാണ് ഒരു പേഴ്സൻ്റെ മനസ്സിലൊരു ചിന്ത. എൻ്റെ അടുത്ത് ആരും നിൽക്കില്ല, എന്നെ സ്നേഹിച്ച ആ പേഴ്സണും കൂടി പോയി, അതുകൊണ്ട് എനിക്കാരും വേണ്ടാന്ന് അവസാനമായിട്ടുള്ള ചിന്ത നിങ്ങളെക്കുറിച്ചാണിത്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര കള്ളത്തരത്തിൽ കൂടിയാണ് നിങ്ങളോട് പെരുമാറിയിരുന്നത്. സത്യമായ കാര്യം പറയില്ലായിരുന്നു. അത് ചിലപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളിലുള്ള ആളായിരുന്നിരിക്കാം. മനസ്സിലായി? നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയായിരുന്നു. അതുകൊണ്ടാണ് ഈ പേഴ്സൻ്റെ ഉള്ളിലുള്ള എനിക്ക് ആരുമില്ല, എന്നോട് ആരും കൂട്ടുകൂടില്ല എന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ വെറും ഒരു അടിമയായിട്ട് കണക്കാക്കാൻ നോക്കി നിങ്ങളുടെ മേത്ത് ചവിട്ടി മെതിച്ചപ്പോഴാണ് നിങ്ങൾ ഉപേക്ഷിച്ച് പോയത്. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് വോൺസിനെ റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്ത സൺ കാർഡും ഹാർട്ട് ബ്രേക്കുമാണ്. നിങ്ങൾ പോയപ്പോൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു. പക്ഷെ ഒരു കണക്കിന് സന്തോഷമായി നിങ്ങൾ പോയതുകൊണ്ട്. കാരണം പിന്നെ ഒരു ബേർഡൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ പേഴ്സൺ. കാരണം നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യണം, നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോടും കൂടെ കോംപ്രമൈസ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് ഈ പേഴ്സൺ റെഡി ആയിരുന്നില്ല. അപ്പം നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് വന്നതിൽ ഈ പേഴ്സണ് സന്തോഷമുണ്ട്, നിങ്ങൾ പോയതിൽ. സത്യം പറഞ്ഞാൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു. അതിൽ കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും നന്നായി പോയത്, എൻ്റെ കൂടെ നിന്നിട്ട് എന്ത് കിട്ടാനാണ് എന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ കുറച്ചൊരു ശുദ്ധഗതിയുള്ള കുറേ അധികം കോംപ്ലക്സുകളുള്ള ഒരാളാണിത് കേട്ടോ. അത് നല്ലോണം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എല്ലാവരും ഉപേക്ഷിച്ച് പോവാണ്. നിങ്ങളും ഉപേക്ഷിച്ച് പോയി. ഓക്കെ, എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ഈ പേഴ്സൺ? ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ധൈര്യമില്ല നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഹെയർ ഓഫ് ഹാർട്ട്. റിലീജിയസ് റെസ്ട്രിക്ഷനും ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ 2 റിലീജിയനിലുള്ള ആളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും വീട്ടുകാരോട് സംസാരിക്കാനുള്ള ധൈര്യമില്ലായിരിക്കാം. അവരോട് ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാതിരുന്ന ഒരാളായിരിക്കാം. അന്ധമായിട്ട് ഈ എന്താ പറയുക, കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ ട്രഡീഷൻ ഭയങ്കര അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കാം. അതിൽ നിന്ന് വിട്ടുമാറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാളായിരിക്കാം. അതൊക്കെ കൊണ്ടായിരിക്കാം വേണ്ട, നിങ്ങൾ പോയത് നന്നായി എന്ന് പേഴ്സൺ വിചാരിക്കുന്നു. ആരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കുന്ന ഈ പേഴ്സൺ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വീട്ടുകാരുടെ മുമ്പിൽ താഴേണ്ടി വരുമെന്നൊരു ചിന്തയും കൂടി ഉണ്ടായിട്ടുണ്ടാവണം. സ്ട്രെങ്ത് കാർഡ് റിവേഴ്സാണ്. ഒട്ടും ധൈര്യമില്ല. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം, പക്ഷെ ഭയങ്കര ഇൻസെക്യൂറാണ് ഈ പേഴ്സൺ ഭയങ്കര ഇൻസെക്യൂറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആക്ഷൻ എടുക്കില്ല. ഫാദർ ഓഫ് കപ്സ്, ഹെയർ ഓഫ് ഹാൻഡ്. പിന്നെ ഈ പേഴ്സൻ്റെ പാരൻസും എംപററും ഉണ്ട്, കിങ് ഓഫ് കപ്സും ഉണ്ട്. പാരൻസ് ഭയങ്കര കൺട്രോളിങ് ആണ്. അപ്പോൾ ഈ പേഴ്സണ് തന്നെ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനോ എന്താ പറയുക, ഇല്ല ഞാൻ ഇന്ന ആളെ വിവാഹം കഴിക്കുമോ എന്ന് പറയാനുള്ള ധൈര്യമില്ല. ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല കേട്ടോ. അപ്പോൾ അതാണ്, ആക്ഷനൊന്നും എടുക്കാൻ പോകുന്നില്ല. ഈ പേഴ്സണൽ ലൈഫിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. കഷ്ടത്തിൽ നിന്ന് കഷ്ടത്തിലേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പേഴ്സണൽ ലൈഫിൽ നടക്കുന്നില്ല കേട്ടോ. Virgo, Pisces, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Taurus, Leo, Aquarius, Libra, Gemini, Cancer, Leo, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Leo, Aquarius, Scorpio, Taurus, Virgo, Capricorn, Scorpio, Capricorn, Taurus, Virgo, Capricorn, Cancer, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Scorpio, Virgo, Aries, Leo, Sagittarius, Libra, Taurus, Virgo, Capricorn. അത്രയുമാണ് കണ്ടത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ അറിയുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ വളരെ ഇതായിട്ട് ഇൻസൾട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ അനുവദിച്ച് കൊടുത്തു.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൺ തിരിച്ച് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സണെ നിങ്ങൾക്ക് നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. നമ്മൾ വളരെ ബുള്ളി ആയിട്ടുള്ള ഒരാൾ നമ്മളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമ്പോൾ നമ്മളത് അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവർ വിചാരിക്കും നമുക്കൊരു വിലയില്ലാന്ന്. മനസ്സിലായോ? നമുക്ക് പോകാനിടമില്ല, നമ്മൾക്ക് ആരുമില്ല, നമുക്കൊരു വിലയില്ല, നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നമില്ലെന്ന് ആ പേഴ്സൺ വിചാരിച്ചു. പക്ഷേ അതാണ് നിങ്ങളോട് പറയുന്നത്. ഈ സിറ്റുവേഷൻ്റെ ഏറ്റവും മുമ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയുക, നിങ്ങൾ എന്താണെന്ന് അറിയുക. മനസ്സിലായോ? അതാണ്. ഇനി ഞാൻ പോകാൻ പോകുന്ന റെഡ് സെലക്ട് ചെയ്തവർ റീഡിങ്ങിലേക്കാണ്. ഭഗവാനെ, ഇവരുടെ ഓറക്കൽ മെസ്സേജ് എന്താണ്? ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിരിക്കുക. അപ്പോഴാണ് നമ്മളുടെ കൂടെയുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റുക. മനസ്സിലായി? നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ എംബ്രേസ് ഫൊർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി. അപ്പോൾ ക്ഷമിക്കാൻ പഠിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക. എന്നിട്ട് നമ്മൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എപ്പോഴും മറ്റുള്ളവരാണ് നമ്മൾക്ക് പണി തരണമെന്ന് ചിന്ത മാറുക. നമ്മളുടെ ഉള്ളിലും തെറ്റുണ്ട്, പക്ഷേ നമ്മളത് നമ്മളുടെ ഉള്ളിൽ തെറ്റുണ്ട്. നമ്മൾ മാലാഖമാരോ ദൈവമോ ഒന്നുമല്ല, നമ്മൾ സാധാ മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് നമ്മൾ മനസ്സിലാക്കുക, മറ്റുള്ളവരെ മുഖത്ത് വെക്കരുത്. നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലാവുണ്ടോ? അത് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് അങ്ങനെ എന്താണ് പറയുന്നത്? ക്ഷമിക്കുന്നത് പോലെ എന്നാണ് പറയുന്നത്. അതുപോലെ എന്നാണ് പറയുന്നത്, അല്ലാതെ ക്ഷമിച്ചാൽ അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. ക്ഷമിക്കുന്നത് പോലെ. അപ്പം നമ്മൾ ക്ഷമിച്ചിരിക്കണം, എന്നാലും മാത്രമേ ദൈവത്തിൽ നിന്നുള്ള ക്ഷമ നമുക്ക് കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയാൽ ജീവിതം സുഖമാണ് ഒരുവിധം. ഓക്കെ. അപ്പോൾ എല്ലാ മതങ്ങളും നല്ല കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബാക്കി എല്ലാ നെഗറ്റീവ് വരുന്നത് മനുഷ്യരിൽ നിന്നാണ്. മതങ്ങൾ ഒരിക്കലും നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കാറില്ല കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് തെറ്റുള്ളത്. അപ്പോൾ എല്ലാ മതങ്ങളിലും നല്ല കുറേ കാര്യങ്ങൾ, ബൈബിളിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, ഖുറാനിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. തോറയൊന്നും ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. എന്നാലും എല്ലാ മതത്തിലും, ഹിന്ദു മതങ്ങളിലും ഞങ്ങൾ വേദങ്ങളിലെല്ലാം ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങൾ എവിടെ കേട്ടാലും അതെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? അങ്ങനെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഹെർമിറ്റ്, കിങ് ഓഫ് വാൻഡ്സ്. കിങ് ഓഫ് വാൻഡ്സ് ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ 2 രാജാക്കന്മാരുണ്ട്. ഒരു രാജാവ് കുറച്ച് സൈലൻ്റ് ആണ്, കാരണം പാർട്ടി റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഒരാൾ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ, ഈ പേഴ്സൻ്റെ ഫ്രണ്ടാണോ ഇത്? അതോ ഇതാണ് പേഴ്സൺ? ഹെർമിറ്റ്, വെർഗോ സോഡിയാക് സൈൻ ആണ്. ഈ പേഴ്സണ് ചുറ്റിപ്പറ്റി 2 പേരുണ്ട്. ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ് കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ചുറ്റും 2 പേരുണ്ടോ? ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ ഇതൊന്നും അറിയാത്ത പോലെ 2 പേരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? കുറച്ച് കണ്ണിങ്ങുള്ള ആളാണോ? നുണ പറയുന്ന ആളാണോ? നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ടോ? നിങ്ങളിൽ ഇതാരാണ്? ഇതിൽ നിങ്ങൾ ആരാണ്? നമുക്ക് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന വർക്കഹോളിക് ആണ്, ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, അധികം ആക്റ്റീവായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകാത്ത ഒരാളാണ്, കുറച്ചൊന്ന് മാറി നിൽക്കുന്ന. ഇതും ഡിഫെൻസീവാണ്, ഇതും ഡിഫെൻസീവാണ്. എന്നുവെച്ചാൽ 7 ഓഫ് വാൻഡ്സ് ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ക്വീൻ ഓഫ് സ്വേർഡ്സും ഡിഫെൻസീവാണ്. ക്വീൻ ഓഫ് സ്വേർഡ്സും
എന്താണെന്ന് വെച്ചാൽ ക്വീനാണിത്. ഇത് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്, മുഖത്തടിച്ച പോലെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാരീഡാണോ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ലേ, അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങൾക്കറിയാതെയാണോ വേറൊരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിൻ്റെ പുറകെ നടക്കുന്നത്, അറിയില്ല. എന്തായാലും ഇത് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ്, വോട്ടെവർ. അപ്പോൾ ക്വീൻ ഓഫ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ വളരെ നാക്ക് ഭയങ്കര ഷാർപ്പായ ആളാണ്, മുഖത്തടിച്ച പോലെ വർത്തമാനം പറയും, സത്യം തുറന്ന് പറയുന്ന ഒരാളാണ്. ഫനാറ്റിസ് എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് സത്യത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ഡിസ്റ്റൻ്റ് ആണ്, എല്ലാവരും അകറ്റി നിർത്തുന്ന ഒരാളാണ് നാക്ക് കൊണ്ടാണ്. കാരണം നാക്ക് ഭയങ്കര ഷാർപ്പായതുകൊണ്ട് ആൾക്കാർക്ക് സംസാരിക്കാൻ പേടിയായിരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാരും അകറ്റി നിൽക്കുള്ളൂ. എപ്പോഴും ഇവരെ തെറ്റിദ്ധരിക്കപ്പെടും. ഈ സ്ത്രീയാണെന്ന് പറയാം, സ്ത്രീ പുരുഷൻ വോട്ടെവർ. അപ്പോൾ ജെൻഡർ എടുക്കുന്നില്ല, എനർജിയാണ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ ഗാർഡഡ് ആണ്, അധികം ആൾക്കാരോട് അടുക്കില്ല, എല്ലാവരോടും സീരിയസ് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്. അതുപോലെ ഇവരെപ്പോഴും ഇവരോട് അടുക്കാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇതിലൊരാളുടെ ജീവിത പങ്കാളി, അങ്ങനെ പറയുന്നതാണ് ശരി. ഹെർമിറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്നത് വിക്ടറി. ഹെർമിറ്റിൻ്റെ വിചാരം, ഹെർമിറ്റ് സിംഗിളാണ്, ഹെർമിറ്റ് നല്ലോണം പണമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ ജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഹെർമിറ്റ് ഇരിക്കുന്നത്. കാരണം ഈ പേഴ്സൻ്റെ പുറകെ നടക്കുന്ന രണ്ടു പേർക്കും ഈ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല. ഈ പേഴ്സൺ സിംഗിളാണ്, അതുകൊണ്ട് രണ്ടു പേർക്കും. പക്ഷേ ഇത് രണ്ടുപേരും തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സണെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ചിട്ട് വിവാഹം കഴിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഹെർമിറ്റ് ഒരു മണ്ടത്തരത്തിലിരിക്കുകയാണ്. ഇവിടെ വേറൊരു ക്വീൻ വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഓക്കെ, ഈ കിങ് ഓഫ് വോൺസ് റിവേഴ്സിലാണ് ഇരിക്കുന്ന പേഴ്സണും ആക്റ്റീവ് അല്ല. കിങ് ഓഫ് പെൻറ്റക്കിൾസ് കുറച്ച് ഡിഫെൻസീവ് ആണ്. കാരണം ജീവിത പങ്കാളി കുറച്ചൊരു ഡിറ്റക്റ്റീവ് മെൻറ്റാലിറ്റിയുള്ള, പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ട് ലൈഫ് സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി കിങ് ഓഫ് വോൺസ് ഒരു ഫയർ എനർജിയാണ്, പക്ഷേ ഈ പേഴ്സണും അത്ര ആക്റ്റീവ് അല്ല. കാരണം ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു മദർ ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ വളരെ സാധുവായ ഒരു എനർജിയാണ്, പക്ഷേ ഇവിടെ കുട്ടികളുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഡിസിഷൻ എടുത്തില്ല. അപ്പോൾ പേഴ്സൺ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതൊന്നും അറിയാതെ എല്ലാം. അപ്പോൾ ഈ പേഴ്സണ് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്, നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമ്മൾക്ക് എപ്പോഴും ആ പേഴ്സൻ്റെ സപ്പോർട്ട് വേണം എന്നാണ്. പക്ഷെ അതൊന്നും ഇവിടെ അവൈലബിൾ അല്ല. ഈ പേഴ്സൺ രണ്ടുപേരായിട്ട് റിലേഷൻഷിപ്പാണ്, രണ്ടുപേരും മാരീഡാണ്, മനസ്സിലായോ. അവർ രണ്ടുപേരും ഈ പേഴ്സണെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ ഒരു മൂഢസ്വർഗത്തിലാണ്, സിംഗിൾ എനർജിയാണ്. ഇവരാരെങ്കിലും ഈ പേഴ്സണെ ജീവിത പങ്കാളിയാക്കും എന്ന പ്രതീക്ഷയിലാണ്, വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ, ഓവറോൾ എനർജി. ഇനി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, കാർഡ്സ് മറിഞ്ഞ് കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ കിട്ടിയേക്കുന്നത് 8 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് സിറ്റുവേഷൻ. 2 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്, എല്ലാം റിവേഴ്സ് ആണ്. 2 ഓഫ് വോൺസ് റിവേഴ്സ് ആണ്. പിന്നെ സാജിറ്റേറിയസ്, ടെമ്പറൻസ് റിവേഴ്സ് ആണ്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ഓവർ ഇൻഡൾജിങ് ആയിരുന്നു ഈ പേഴ്സൺ. എന്നുവെച്ചാൽ ഭയങ്കര അപ്പോൾ ഇവരെല്ലാം പൈസ കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ വളരെ ആർഭാടകരമായ ജീവിതമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഒരു പ്രാവശ്യം കൂടെ ഏതോ ഒരു സിറ്റുവേഷന് ട്രൈ ചെയ്യാൻ പോവുകയാണ്, മനസ്സിലായോ. ഇറങ്ങിപ്പോകണമെന്ന് വിചാരിച്ചിട്ട് ഈ സിറ്റുവേഷൻ ചിലപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ ആയിട്ടില്ല കേട്ടോ. പിന്നെ വെറുതെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്, ഒരു എയിമില്ല. ഇപ്പോൾ ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കും എല്ലാവരും. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. പിന്നെ ഈ പേഴ്സൺ ഓവർ കമ്മിറ്റഡ് ആണ്, ഓർഗനൈസ്ഡ് അല്ല. അപ്പോൾ ചിലപ്പോൾ ഇവരിൽ നിന്ന് പൈസ വല്ലതും കിട്ടും. നമ്മൾ കേട്ടിട്ടില്ലേ ഇങ്ങനെ മൊബൈലിൽ റീചാർജ് ചെയ്ത് കൊടുക്കുക, ചുരിദാർ, നിനക്ക് എത്ര ചുരിദാർ മേടിച്ച് തന്നതാണ് ഞാൻ, എന്നിട്ട് നീ എന്നോട് ചേരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറില്ലേ കോമഡി. അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഇവരെ കണ്ടിട്ടായിരിക്കും പലരിൽ നിന്നും കടമൊക്കെ മേടിച്ച് തിരിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഓവർ കമ്മിറ്റഡ്. ചിലപ്പോൾ ഈ ആൾക്കാർ തിരിച്ചു ചോദിക്കുന്നുണ്ടാവും കൊടുത്തതെല്ലാം, മനസ്സിലാവുണ്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ
ഇപ്പോൾ ഇത്തിരി പേടിയിലാണ്. കാരണം ഇതുവരെ വലിയ പോസിറ്റീവ് എനർജി, ഇത്തിരി അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ ആളുണ്ട്, എനിക്ക് സാധനങ്ങൾ മേടിച്ച് തരാൻ ആളുണ്ട്, ഇവർ ഞാൻ വേണമെങ്കിൽ അവരുടെ വൈഫോ ഹസ്ബൻഡോ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ അവർ വരും, ഞാൻ പറഞ്ഞാലെന്നൊക്കെ ഒരു മിഥ്യാബോധത്തിലിരുന്ന ഒരാൾ ഇപ്പോൾ മനസ്സിലായി പ്രശ്നമാണ്, പണമില്ല. അപ്പോൾ ആകെ കൂടെ ഒരു മന്ദതയിലാണ്. ഇപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു എത്തും പിടിയില്ലാത്ത സിറ്റുവേഷനിലാണ് പേഴ്സൺ ഇരിക്കുന്നത് കേട്ടോ. 8 ഓഫ് കപ്സ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിറ്റി ഇല്ല സിറ്റുവേഷൻ, എന്നാലും വിട്ടുന്നില്ല. ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഇപ്പോൾ ഒരു ക്ലാരിറ്റി വേണം ഇവിടെ, മനസ്സിലായോ? പുതിയൊരു ചിലപ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഈ പഴയ റിലേഷൻഷിപ്പ് ഇപ്പോഴും പിടിച്ചു വെച്ചേക്കാണ്. 2 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 3 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ 8 ഓഫ് കപ്സ് ഇറങ്ങി പോകണമെന്നുണ്ട്, പക്ഷെ എന്നാലും ഒന്നും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ അവർ തിരിച്ചു വരുമോ. പിന്നെയും ഹെർമിറ്റ് വന്നേക്കുന്നുണ്ട് ഇവിടെ നമ്മളുടെ ഹെർമിറ്റ് കണ്ടു, ആ ഹെർമിറ്റ് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. 2 ഓഫ് വാൻഡ്സ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഹെർമിറ്റും നൈറ്റ് ഓഫ് കപ്സുമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാരേജ് ചെയ്യാനൊന്നും ആഗ്രഹം ഉണ്ടാവില്ല ആരെയും, മനസ്സിലായോ? കാര്യങ്ങൾ കഴിഞ്ഞു പോകണം എന്നൊരു ചിന്തയേ ഉള്ളൂ. അപ്പോൾ ഒരു ബിസിനസ് ഉള്ള ആൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഉള്ള ഒരാളാണ്, പക്ഷെ എന്നാലും ടൈം പാസിനാണ് റിലേഷൻഷിപ്പ് എല്ലാം. അപ്പോൾ നമ്മൾ സൗന്ദര്യം കൂടുതലുള്ളവർ, ഫിലിമിൽ അഭിനയിക്കുന്നവരൊക്കെ സൗന്ദര്യമുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുന്നവരാണ് മെജോറിറ്റി ആൾക്കാരും. എന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ സൗന്ദര്യം വേണമെന്ന ചിന്ത. അപ്പോൾ സൗന്ദര്യം ഉള്ളവർക്ക് മെജോറിറ്റി ആൾക്കാർക്കും സിനിമയിൽ പോകണമെന്നില്ല, എന്നാലും കുറച്ച് ആൾക്കാർക്കെങ്കിലും സിനിമയിൽ പോയി 4 പേര് എൻ്റെ സൗന്ദര്യം കാണണം എന്ന ചിന്തയാണ്, മനസ്സിലായി? 4 പേര് ഇപ്പോൾ വീടിനടുത്തുള്ളവരെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാണുന്നുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ അവർ കാണുന്നുണ്ട്, അതല്ല, എൻ്റെ വേൾഡ് മുഴുവൻ എൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം എന്ന ആഗ്രഹം വരുമ്പോൾ പല റിലേഷൻഷിപ്പിലും നമ്മൾ ചെന്നപ്പെടും. കാരണം നമുക്ക് സിനിമയിൽ കയറാനുള്ള ചാൻസ് ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പല റിലേഷൻഷിപ്പിലാണ് നമ്മൾ എന്ത് പെടാൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അപ്പോൾ എവിടെ ചെന്നാലും എല്ലാവരെയും ചാക്കിലാക്കാൻ നോക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ, മനസ്സിലായോ? ഒരു പ്ലെയർ എനർജിയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഹാർട്ട് ബ്രേക്ക് ഈ പേഴ്സൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? ഈ പേഴ്സൺ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. കാരണം ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ എല്ലാവരും, മെജോറിറ്റി ആൾക്കാരും പിരിഞ്ഞു പോകുന്നുണ്ട് സിറ്റുവേഷനിൽ. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? വേൾഡ് കാർഡ് റിവേഴ്സ് ആണ്. ഓക്കെ, വേൾഡ് കാർഡ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണ് മനസ്സിലായിട്ടില്ല, മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ ഹാർട്ട് ബ്രേക്ക് വന്നത് ഈ പേഴ്സൺ ആണ്. അതാണ് നിങ്ങളിപ്പോൾ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ, ഈ സിറ്റുവേഷൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സണൽ ലൈഫിൽ നിന്ന് പോയത് എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട് കേട്ടോ. അതിനൊരു ക്ലോഷർ കിട്ടിയിട്ടില്ല ഈ പേഴ്സണ്. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര ഗ്രീഡിയാണ്. അപ്പോൾ നിങ്ങൾ നല്ല പൈസയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പിന്നെയും ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. കാരണം എന്തിനാണ്? ഇനിയും പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ടാണ്, അതാണ് ഉദ്ദേശം. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയത് നിങ്ങൾ സ്മാർട്ട് ആയതുകൊണ്ടായിരിക്കും. മറ്റുള്ളവർ, ഈ പേഴ്സൺ, ചിലർ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, മീൻസ് റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ, ഫോൺ മേടിച്ചു കൊടുക്കുക, റീചാർജ് ചെയ്ത് കൊടുക്കുക, ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, അത് കൊടുക്കുക, ഇത് കൊടുക്കുക. നമ്മളെയും കൊണ്ട് ഷോപ്പിൽ പോകും, എന്നിട്ട് സാധനം മേടിച്ച് കഴിയുമ്പോൾ ഒന്ന് കൊടുത്തേക്ക് കേട്ടോ എന്ന് പറയും, മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങളോട് ഇതുപോലെ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, സോറി ഞാൻ പേഴ്സ് എടുത്തില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഈ പേഴ്സൻ്റെ കള്ളത്തരം നിങ്ങളിൽ ഓടിയില്ല, അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് അകന്നത്. കാരണം നിങ്ങളെ കൊണ്ടൊരു ഗുണമില്ല, നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല, അതാണ് പേഴ്സൺ. നിങ്ങൾ പിശുക്കനാണ് അല്ലെങ്കിൽ പിശുക്കിയാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പേഴ്സൺ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ പേഴ്സൺ ആ സമയത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരുന്നത്. പക്ഷെ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താ എടുക്കാൻ നോക്കാം. കാരണം ഇപ്പോൾ ഉള്ളവരെല്ലാം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരുമോ നിങ്ങളുടെ അടുത്തേക്ക്? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ പേഴ്സൺ വരാൻ? അതാണ് പ്രശ്നം. നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ, കുരിശുകൾ നമ്മളുടെ കഴുത്തേക്ക് കയറുക. കഴുത്തിലല്ല, കാരണം മുതുകത്ത് കയറുക. ഓക്കെ,
അപ്പോൾ വേൾഡ് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഡോട്ടർ ഓഫ് സ്വേർഡ്സ്. ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഫീലിംഗ് ഇതാണ് കാണിക്കുന്നത്. നിങ്ങളായിട്ട് കൊളാബറേറ്റ് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യണമെന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പൈസ ഉണ്ട്. ഇതുവരെ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ കുറച്ച് സ്മാർട്ടാണ്, മറ്റുള്ളവരെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക്, കാരണം നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ വഴിയെ പോണവർക്ക് കൊടുക്കണമെന്നില്ലല്ലോ. എന്തായാലും നിങ്ങൾ എന്തുകൊണ്ടാണ് റീഡിങ് കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്, നിങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്നാണ്. നിങ്ങൾ ധനികയോ ആണ്, പക്ഷെ ഒറ്റ പൈസ ഈ പേഴ്സൺ വേണ്ടി ചിലവാക്കിയിട്ടില്ലെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ പേഴ്സണ് ഇപ്പം രണ്ടുപേര് പോയാലും വേറെ ആരെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ സ്റ്റക്ക് ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കാതിരുന്നത്. മനസ്സിലായി? നിങ്ങൾ ഇന്ന് അകന്നു പോയത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പം 7 ഓഫ് കപ്സ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ ഡിലേ. ഇത് എന്നുവെച്ചാൽ നമ്മുടെ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞില്ലേ, ഇത് നമ്മളുടെ ആടിലാണ്. ആട് 2 ആണോ ആട് 1 ആണോ എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് ഷമീർ പറയില്ലേ, നമ്മളുടെ വീട്ടിലെ പറമ്പിലെ കോഴിയല്ലേ, വേണം എപ്പോൾ വേണമെങ്കിലും പിടിക്കാമല്ലോ. ആ ഒരു സിറ്റുവേഷനാണ് ഹാങ്ഡ് പറഞ്ഞാൽ ധൃതിയില്ല. മനസ്സിലാണോ? നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ധൃതിയില്ല, ഞാൻ വന്നോളാം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ അവിടെ കിടന്നോട്ടെ, നിങ്ങളായിട്ട് ക്ലോഷർ ചെയ്തിട്ടില്ല, വെറുതെ മൂവ് ഓൺ ചെയ്തല്ലോ. നിങ്ങളായിട്ട് നിർത്തി സംസാരം, രണ്ടുപേരും തമ്മിൽ കോൺടാക്ട് നിർത്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏട്ടിലെ പശുവല്ല പറമ്പിലെ കോഴിയാണ്. കോഴിയെന്ന് ഞാൻ ആ നെഗറ്റീവിൽ എടുത്തതല്ല കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾ ഓക്കെ എപ്പോൾ വേണമെങ്കിലും പിടിക്കും. നമ്മുടെ വീട്ടിലെ കോഴികൾ എന്താണ്, നമ്മൾ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും, നമ്മൾ വീടിൽ നിന്ന് അവർ പുറത്തേക്ക് പോകില്ല. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിടിക്കാം. അതാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഇൻഡൾജ് ചെയ്യുന്നതിനാണ് ടെമ്പറൻസ്. അപ്പോൾ ഓവറായിട്ട് നിങ്ങളോടൊന്നും കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എൻ്റെ വരുതിക്കാണ്, എപ്പോൾ വേണമെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും എന്നാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഞാനല്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അടിപൊളി. അപ്പോൾ ഇതൊരു കോൺഫിഡൻ്റ് ആണെന്ന് നോക്കി എനർജി. ഓക്കെ, നിങ്ങളോട് ഈ പേഴ്സൺ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങളോട് ഫോർഗിവ്നെസ്സും പോസിറ്റിവിറ്റിയും ചെയ്യാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഹാങ്ഡ് മാൻ റിവേഴ്സ് വന്നേക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. പുതിയ സ്റ്റൈലൊക്കെ പഠിക്കാൻ നോക്കുമ്പോഴേ ചില സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ എന്ത് ആക്ഷനാണ് എടുക്കുക? അപ്പം നമുക്കൊരു ഹാങ്ഡ് മാൻ റിവേഴ്സ് കിട്ടിയിട്ടുണ്ട്, 8 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ഉണ്ട്, 7 ഓഫ് ബോൺസ് റിവേഴ്സ് ആണ്, പിന്നെ 9 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. എല്ലാം റിവേഴ്സ് ആണ്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ തൽക്കാലം ഈ പേഴ്സൻ്റെ ഡെവലപ്മെൻറ്റ്, അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം മോട്ടിവേഷൻ ഒന്നും കിട്ടുന്നില്ല ഈ പേഴ്സൺ. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഹാങ്ഡ് മാൻ വന്നല്ലോ ഇവിടെ. ഹാങ്ഡ് മാൻ എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും എനിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാമെന്നാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സണ് തോന്നുന്നു, ഇതിപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ, പയ്യെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളെ വിട്ട് കളഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകും, ഈ പേഴ്സൺ അകന്നു പോകും. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സമയമായി എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്ട്രോയിഡ് കോൺഫിഡൻസ്. പക്ഷെ നിങ്ങളോടുള്ള ഒരു എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ടെങ്കിലും, മനസ്സിലായോ? വിചാരിക്കുന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ ഒരു പേടിയുണ്ട്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്റ്റ് ആവുമെന്ന്. മനസ്സിലായോ? ഇവിടെ നിന്ന് ഒന്നും കിട്ടില്ലെന്ന് ഈ പേഴ്സൺ അറിയാം.
നിങ്ങളൊരു വർക്കഹോളിക്കാണ്, നിങ്ങൾ ഏത് നേരവും നിങ്ങൾ ജോലി 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ഇവിടെ പ്രശ്നം ഉണ്ടാവും അറിയാം, കോമ്പറ്റീഷൻ ഉണ്ട്, അടി ഉണ്ടാവും എന്നറിയാം. ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പേഴ്സൺ, നിങ്ങളുടെ ജീവിത പങ്കാളി ഇത്തിരി കൂടിയ ഇതായിരിക്കാം. അപ്പോൾ നല്ല പണി കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാതിരിക്കുന്നത്. നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് വെറുതെ ദുരുദ്ദേശമാണ് കേട്ടോ. ഈ പേഴ്സൺ ഒരു ആവശ്യമുണ്ട് നിങ്ങളെ കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് സ്നേഹം അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു മദർ ഓഫ് വോൺസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. മദർ ഓഫ് വോൺസ് റിവേഴ്സ് പറയുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, റൂഡായിട്ട് പെരുമാറുന്ന വളരെ സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റി, പൊട്ടിത്തെറിക്കുന്ന പേഴ്സണാലിറ്റിയാണ്. അടിക്കാനും മടിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള പേഴ്സൺ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാത്തത് കേട്ടോ. പിന്നെ 7 ഓഫ് വോൺസ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യുന്ന സൺ കാർഡും 7 ഓഫ് സ്വേർഡ്സും ആണ്. സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്. ഇപ്പോൾ ഉള്ള സന്തോഷം എന്തിനാണ് നശിപ്പിക്കുന്നത് എന്നാണ് ഈ പേഴ്സൺ ചോദിക്കുന്നത്. കള്ളത്തരമുള്ള ഒരാളാണ് കേട്ടോ. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. മറ്റുള്ളവരുടെ പോലെ അല്ല എന്നൊരു ചിന്തയുണ്ട് ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ 9 ഓഫ് സ്വേർഡ്സിനെ റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന 6 ഓഫ് പെൻറ്റക്കിൾസും വേൾഡ് കാർഡുമാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോകും ഈ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ പെട്ടെന്ന് ഇടിപിടിയുന്നൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല. നിങ്ങളുടെ ഭാഗ്യം കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. കാരണം നിങ്ങളുടെ ജീവിത പങ്കാളി ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്, അടിയും ബഹളം ഉണ്ടാക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പേഴ്സണെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ മറ്റുള്ളവരുടെ ജീവിത പങ്കാളികൾ അത്ര ചിലപ്പോൾ അവർ ഓവർ സ്മാർട്ടായിട്ട് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചിരുന്നായിരിക്കും. ജീവിത പങ്കാളികളിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന ആളായിരിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളി ഭയങ്കര സ്മാർട്ടായ ആളാണ്, പെട്ടെന്ന് മണത്ത് കണ്ടുപിടിക്കുന്ന ആളായതുകൊണ്ട് പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിന്നു പോകും റിലേഷൻഷിപ്പ്. അതിലും പകരം ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാമല്ലോ എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് വരുന്നില്ല കേട്ടോ. അത് നിങ്ങളുടെ പാർട്ട്ണറെ പേടിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഫൊഗീവ്നെസ്സും പോസിറ്റിവിറ്റിയും വരുന്നത് നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് പല തലവേദനകളും നിങ്ങളുടെ പേഴ്സൺ കൊണ്ട് ഒഴിവായി കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള തലവേദനകൾ മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇടിയുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ റെസ്പെക്റ്റ് ചെയ്യുക. കാരണം ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുള്ളതുകൊണ്ട് പല തലവേദനകളാണ് ഒഴിഞ്ഞു മാറുന്നത്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇവിടെ ഫോഗീവ്നെസ്സും പോസിറ്റിവിറ്റിയും. അവരുടെ ഈ ഒരു സ്വഭാവം കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് പല തലവേദനകളും ഒഴിഞ്ഞു മാറുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് കാണുക. എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, ഭയങ്കര മോശത്തിനാണ്, ആൾക്കാരോട് ഭയങ്കര ബഹളം ഉണ്ടാവും. പക്ഷേ ആ ഒരു ഗുണം കൊണ്ട് ഇവിടെ കുറേ കാര്യങ്ങൾ ഒഴിവായി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Pisces, Taurus, Virgo, Capricorn, Pisces, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Virgo, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Leo, Aquarius, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Sagittarius, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Virgo, Aries, Leo, Sagittarius. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് റീഡിങ്. അപ്പോൾ ഇനി വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.